ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വിർച്വലായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ ഫോർമർ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ്, നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ വെങ്കിടാചലം, അതുപോലെ നിങ്ങളെല്ലാവരും ശ്രവിച്ച നമ്മളുടെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ സാർ, സരസമായി നമ്മളോട് സംബന്ധിച്ച ചെറുമേലച്ചൻ, മറ്റ് പ്രമുഖരായ വ്യക്തികളെ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തികളെ, കൂടുതൽ സമയം എടുക്കുന്നില്ല പലരും പറഞ്ഞ പോലെ. എങ്കിലും 2015 ഒരു ചെറിയൊരു സംഘടന, ശ്രീനാരായണീയരുടെ ഒരു കൂട്ടായ്മയായി തുടങ്ങിയ ഈ ഒരു സംഘടന 10 വർഷം കൊണ്ട് അതിൻ്റെ വളർച്ച നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയെ കൊണ്ടുവന്ന് അതിനെല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് അടക്കം, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെങ്കിലും ഇന്നത്തെ ഇന്ത്യയിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് VVIPകൾക്ക് പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഇത്രയും വലിയ ഒരു സദസ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ഈ ഒരു സംഘടനയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന പോലെ ഈ ഒരു ആശ്രമം നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ, നമ്മൾ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ആശ്രമം ഉണ്ടാക്കും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ എടുത്തു ചാടിയത്. ശ്രീ പ്രേമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സാഹസികമായ പല തീരുമാനങ്ങളും ഈ ഒരു സംഘടന എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി 3 വർഷത്തിനുള്ളിൽ ഇതുപോലെ ഒരു ആശ്രമം, UK ഒരു ആശ്രമം, ഒരു ആസ്ഥാനം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അന്ന് സച്ചിദാനന്ദ സ്വാമികൾ അത് 1 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടെയാണ് സ്റ്റേജിലിരുന്ന് കേട്ടത്. 1 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ടായിരുന്നില്ല. എങ്കിലും 1 വർഷത്തിന് 1 ദിവസം മുമ്പ് നമുക്കൊരു സ്ഥാപനം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഞാനൊരു അവസരം ഒരിക്കൽ കൂടി പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രീ സിബികുമാറിനെയും ഫാമിലിയെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഓരോരുത്തരും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ട്രസ്റ്റി എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഫോർമർ ചെയർമാൻ എന്ന നിലയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള എല്ലാ സഹകരണങ്ങളും നമ്മളുടെ കൂടെ നിന്ന് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് തുടർന്നും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും പ്രതീക്ഷയും വെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.